ഹായ് ഗെയ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ക്യാപ്റ്റൻ ബ്രോ. ഞാൻ ഇന്ന് വന്നു നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പൊൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. മലയാള സാഹിത്യ ലോകത്ത് വലിയ സംഭാവന നൽകിയ പൊൻകുന്നം വർക്കിയുടെ നാട്. ശബ്ദിക്കുന്ന കലപ്പയെന്നും ബിഷപ്പിൻ്റെ വിളിയും അരമന രഹസ്യം തുടങ്ങി സാഹിത്യ കൃതികളൊക്കെ മലയാളിക്ക് സമ്മാനിച്ച പൊൻകുന്നം വർക്കിയുടെ അതേ നാട്ടിൽ പേരിൽ തന്നെ പൊന്നിൻ്റെ ഒരു തിളക്കമുണ്ട്. അപ്പോൾ നമുക്ക് പൊൻകുന്നത്തിൻ്റെ തിളക്കമേറിയ കാഴ്ചകളിൽ ഒന്ന് കണ്ടാലോ. കോട്ടയം ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിൽ ഒന്നായ പൊൻകുന്നത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. കോട്ടയം കുമളി പ്രധാന പാതയിലാണ് പൊൻകുന്നം എന്ന നഗരവും സ്ഥിതി ചെയ്യുന്നത്. പൊൻകുന്നത്തോട് അടുത്ത് കിടക്കുന്ന മറ്റൊരു പട്ടണമാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിക്കും പാലായ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണിത്. യാത്രാ സൗകര്യം ഏറെയുള്ള ഇടമാണ് പൊൻകുന്നം. അതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. കുമളി, കട്ടപ്പന, മുണ്ടക്കയം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കയം ഭാഗത്തു നിന്നും വാഹനങ്ങൾ പൊൻകുന്നത്തേക്ക് വരുന്ന കാഴ്ചയാണ്. നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. മലനിരകളും പച്ചപ്പും നിറഞ്ഞ സുന്ദരമായ ഒരു പ്രദേശമാണ് പൊൻകുന്നം. റബ്ബർ തന്നെയാണ് പൊൻകുന്നംകാരുടെ പ്രധാന കൃഷി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മത ആരാധന ആലയങ്ങളും നിരവധി ഇവിടെയുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഇടം കൂടിയാണിത്. അതിനാൽ മതസൗഹാർദ്ദവും സാമൂഹിക കൂട്ടായ്മയും നിലനിൽക്കുന്ന സ്ഥലമാണ് പൊൻകുന്നം. പൊൻകുന്നം എന്ന പേര് തന്നെ ഒരു പൊന്നിൻ്റെ തിളക്കമുണ്ട്. പഴയകാലത്ത് ഈ പ്രദേശം കൃഷിയിലും വനസമ്പത്തിലും സമൃദ്ധി നിറഞ്ഞ പ്രദേശമായിരുന്നു. അങ്ങനെ സമൃദ്ധിയുടെ പൊന്നു വിളയിക്കുന്ന കുന്നും മലകളും നിറഞ്ഞ ഈ പ്രദേശത്തിന് പൊൻകുന്നം എന്ന പേര് വന്നത്. പൊന്നെന്നാൽ സ്വർണമെന്നും കുന്നം എന്നാൽ കുന്നല്ലെങ്കിൽ മലപ്രദേശം എന്നുമാണ്. ഈ രണ്ട് വാക്കുകൾ ചേർന്നാണ് പൊൻകുന്നം എന്ന പേരിട്ടിരിക്കുന്നത്. പൊൻകുന്നത്ത് വന്നാൽ നിരവധി കടകൾ നമുക്ക് കാണാൻ കഴിയും. റോഡിൻ്റെ രണ്ടു വശങ്ങളിലും നിരവധി കെട്ടിടങ്ങളും കടകളുമാണ് കാണാൻ കഴിയുന്നത്. ഇവിടെയായി ഒരു ടാക്സി സ്റ്റാൻഡും നമുക്ക് കാണാം. പൊൻകുന്നം സിറ്റിയുടെ പ്രധാന ഭാഗത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുമ്പിലാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഉള്ളത്.